നമസ്കാരം. അർപ്പത കളരിക്കൽ ശ്രീഭദ്രകാളി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്താണ് വക്ഷ്യം? ഈ വക്ഷ്യകർമ്മം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ്. വക്ഷ്യം കൊണ്ട് ദോഷമാണോ ഗുണമാണോ? എത്ര തരം വക്ഷ്യമുണ്ട്? നമ്മൾ ആരെങ്കിലും ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വരാറുണ്ട് വക്ഷ്യത്തെക്കുറിച്ച്. വക്ഷ്യം എന്ന് പറയുന്ന ഒരു കർമ്മം അഷ്ടകർമ്മത്തിൽ പെട്ടതാണ്, മാന്ത്രിക കർമ്മമാണ്. വക്ഷ്യം പല വിധത്തിലുണ്ട്. അതായത് സ്ത്രീവക്ഷ്യം, പുരുഷവക്ഷ്യം, അല്ലെങ്കിൽ ഭൂമി വക്ഷ്യം, മൃഗവക്ഷ്യം, അതുപോലെ കച്ചവട വക്ഷ്യം, അല്ലാതെ സർവജന വക്ഷ്യം, അങ്ങനെ പല തരത്തിലുള്ള വക്ഷ്യങ്ങളുണ്ട്. ഇത് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. പക്ഷേ എല്ലാവരും പറയുമ്പോൾ വക്ഷ്യം ചെയ്യുന്നത് വളരെ ഈസി ഒന്നുമല്ല. ഇപ്പോൾ നമ്മളൊരാളെ കണ്ട് നാളെ അദ്ദേഹത്തെ അങ്ങ് വശ്യം ചെയ്ത് നമ്മളെ വശത്താക്കാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സാധിക്കില്ല. ചില ആൾക്കാർ പറയും വശ്യം ചെയ്ത് പലരും നശിച്ചു പോയിട്ടുണ്ട്, അസുഖം വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വശ്യം ചെയ്യാൻ പറ്റില്ല. ആദ്യം വശ്യം ചെയ്യാനാണ് പല ദേവതയെ കൊണ്ട് വശ്യം ചെയ്യുക. ഇപ്പോൾ എല്ലാവരും പറയാം വശ്യമോഹിനി മന്ത്രം ഉപയോഗിച്ചാണ് വശ്യം ചെയ്യുക. വശ്യമോഹിനി മന്ത്രം മാത്രമല്ല, പല ഗണപതിയെ വരെ കൊണ്ട് വശ്യം ചെയ്യിക്കാം, ഭദ്രകാളിയെ കൊണ്ട് വശ്യം ചെയ്യുക. അങ്ങനെ പലവിധ ദേവതയെ കൊണ്ട് പഠിച്ച ആൾക്കാർക്ക് വശ്യം ചെയ്യിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ വശ്യം ചെയ്യാൻ ഈസി അല്ല. ആദ്യം വശ്യം ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏത് ദിശയിലാണ്, ഏത് ആസനത്തിലാണ്, ഏത് തിഥിയിലാണ്, ഏത് മാസം, അതായത് തിഥി ഏത് തിഥിയിലാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു മന്ത്രം കിട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും വശ്യം ചെയ്യാൻ പറ്റില്ല. വശ്യ മന്ത്രം ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടോ അതും നടക്കില്ല. വശ്യം ചെയ്യണം, ഏത് ദേവനെ കൊണ്ടാണോ വശ്യം ചെയ്യുന്ന ആ ദേവൻ്റെ മന്ത്രസിദ്ധി ഉണ്ടായിരിക്കണം. ആ ദേവൻ നമുക്ക് വശമായിരിക്കണം. അതല്ലെങ്കിൽ ആ ദേവൻ നമുക്ക് ബാധാമൂർത്തിയായിട്ടോ അല്ലെങ്കിൽ ആ മാന്ത്രികൻ്റെ സേവാമൂർത്തിയായിട്ടോ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ വശ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും പെട്ടെന്നൊന്നും നടക്കില്ല. ഒരാളെ വശ്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും നക്ഷത്രം മാത്രം പോരാ. അതിന് ഏത് രീതിയിലാണോ, ഏത് കർമ്മത്തിൽ ഉപദ്രവിക്കാനാണെങ്കിൽ ആ രീതിയിലുള്ളതും, അല്ലെങ്കിൽ വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ളതും, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഭൂമി ചോദിച്ചു, ഭൂമി നമുക്ക് തന്നില്ല, ആ ഭൂമി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിലുള്ളത്, അങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, അവരെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പല വിധത്തിലുള്ള വശ്യമുണ്ട്. അത് വന്നിട്ട് ചിലവർക്ക് അവർക്ക് ഉള്ളിൽ ജപിച്ചു കൊടുക്കാം. ജപിച്ച് അവരുടെ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൂടെയോ അവരുടെ ഉള്ളിൽ കൊടുത്ത് അങ്ങനെ വശ്യപ്പെടുത്താം. അതല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ആഹാരത്തിലൂടെയോ അങ്ങനെയൊന്നും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, അവരെ വശീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ നറുക്ക് മറികടത്തിയോ അങ്ങനെ വശ്യപ്പെടുത്താം. അങ്ങനെ വശ്യകർമ്മം ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ അവരെ ഈ മറികടത്തി അങ്ങനെ, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഉപയോഗിച്ച സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ തലമുടി, അങ്ങനെ പല സാധനങ്ങളുണ്ട്, അതിലൂടെ വശ്യം ചെയ്യാം. അതിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ യോജിപ്പിക്കാനാണെങ്കിൽ അത് നല്ല കാര്യമായതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ വശ്യം ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഭൂമി വശം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളുടെ ഭൂമി നമുക്ക് ചോദിച്ചു തരുന്നില്ല, നമ്മൾ സാമ്പത്തികമായിട്ട് അവർക്ക് മാർക്കറ്റിലുള്ള റേറ്റ് കൊടുത്തു എന്നിട്ട് അവരത് തരുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വശ്യം ചെയ്യാം. അത് ഇതുപോലെ മറികടത്തിയോ അല്ലെങ്കിൽ തലമുടി എടുത്തിട്ടോ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റേതായ കർമ്മങ്ങളുണ്ട്. അപ്പോൾ വശ്യം പല രീതിയിലുണ്ട്, നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. പക്ഷേ ഒരു മന്ത്രവാദിയും അല്ലെങ്കിൽ ഒരു കർമ്മിയും ഒരിക്കലും മോശത്തിന്, അതായത് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വശ്യകർമ്മം ചെയ്യാറില്ല. കാരണം അത് ഗുരുനാഥനുമായിട്ടുള്ള ഒരു നിബന്ധനയാണ്. നമ്മളിപ്പോൾ ഒരു ഗുരുവിനെ, നമ്മൾ പറയില്ല, നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തുന്നതും ഒരു ഗുരു ശിഷ്യനെ കണ്ടെത്തുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്, ഒരുപാട് രീതിയുണ്ട്. ഇന്നത്തെ കാലത്തെ പോലെ ഒരു മന്ത്രം തന്നാൽ 1000 രൂപ തന്നാൽ ഒരു മന്ത്രം തരാം, അല്ലെങ്കിൽ 5000 രൂപ തന്നാൽ ഒരു മന്ത്രം തരാം, അങ്ങനെയൊന്നും അല്ല ഒരു ഗുരു ഒരു ശിഷ്യനെ കണ്ടെത്തുന്നതും ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതൊക്കെ ഒരുപാട് ഇതുണ്ട്. അതായത് നമ്മൾ പറയില്ല, ഒരുപാട് ആചാരങ്ങളുണ്ട്. അല്ലാതെ വെറുതെ ഒന്നും ഒരു ഗുരു ഒരു ശിഷ്യന് മന്ത്രമോ ഉപദേശമോ അല്ലെങ്കിൽ വിദ്യ പഠിപ്പിക്കുകയില്ല. ഒരു ശിഷ്യനും വെറുതെ ഒന്നും ഒരു ഗുരുവിനെ പോയി കാണാനും പറ്റില്ല. അപ്പോൾ അതിൽ സത്യത്തിൻ്റെ ഇതാണ്. മന്ത്രത്തെ ബഹുമാനിക്കുന്ന അതൊരു സത്യം, അതൊരു സത്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ്. നല്ലതിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാവും. അല്ലാതെ ആരും ഒരിക്കലും ഒരു കർമ്മിയും വശ്യകർമ്മം കൊണ്ട് പെട്ടെന്ന് ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ പോകാറില്ല, ചെയ്യാറുമില്ല. പിന്നെ ചിലവർ കാശിന് ആവശ്യമുള്ളതുകൊണ്ട് ചിലവർ അങ്ങനെ അത് പെട്ടെന്ന് സാധിക്കുന്ന കർമ്മമല്ല. കാരണം ഈ ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് സൽക്കർമ്മം ഫലിക്കാൻ വലിയ പാടാണ്.
സൽക്കർമ്മം ചെയ്യുന്നവർ ദുഷ്കർമ്മം ചെയ്യാനും വലിയ പാടാണ്. ഫലിക്കില്ല, ചെയ്യുന്നതിലല്ല വിദ്യ. നമ്മൾ ഒരു കർമ്മം ചെയ്താൽ 100% ഫലിക്കണം, 100% അതിന് റിസൾട്ട് വരണം. അങ്ങനെ റിസൾട്ട് വരണമെങ്കിൽ ദുർദേവത കൂടെ നടക്കുന്നവനോടുകൂടി സൽദേവത വരില്ല. കാരണം അയാളുടെ ഉപാസന രീതികളും അയാളുടെ പൂജാ വിധാനങ്ങളും അയാളുടെ രീതികളും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളും സൽക്കർമ്മവും അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്ന അത് യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതില്ല. എന്താണോ ഉദ്ദേശം അതനുസരിച്ചാണ് കർമ്മത്തിൻ്റെ സ്വഭാവം മാറുന്നത്. പക്ഷേ ദേവതയെ കൊണ്ട് നടക്കുമ്പോൾ ചിലവർക്ക് ചില ദേവതയെ കൊണ്ട് നടന്നാൽ മറ്റു ദേവതകൾ അവരോടൊപ്പം വരില്ല. അങ്ങനെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്, ഗുരുക്കന്മാരും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ദേവത ഏതെന്നൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വശ്യം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വശ്യം ചെയ്ത് പെട്ടെന്ന് ഒരാളെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞതും നിസ്സാരമല്ല. അതിൻ്റേതായ കുറേ കർമ്മങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വശ്യകർമ്മം ചെയ്യുമ്പോൾ അത് തിഥി അറിഞ്ഞിരിക്കണം. ഏത് ആസനത്തിലിരുന്നാലാണ് ആ ബ്രഹ്മം 100% വിജയിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഏത് ദിശയിലോട്ടാണ് നോക്കിയിരുന്ന് അത് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട്, ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നതുപോലെ ചെയ്താൽ മാത്രമേ ഫലം വരുള്ളൂ. അത് ഇന്ന കാര്യമാണെങ്കിൽ അതിന് ഇന്ന ദേവതയെ ഉപയോഗിച്ച് ചെയ്താലേ ഫലം വരുള്ളൂ എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആശാൻ പറയുമ്പോൾ ചെയ്യല്ലപ്പ ദുരിതമാണെന്ന് പറയും. വശ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അഭിചാരം ചെയ്യുന്നവർക്കും ചില സമയങ്ങളിൽ ദോഷം വരാറുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദോഷം വരില്ല. കാരണം ഇതിനു വേണ്ടി ജനിച്ച ആൾക്കാർ, ഇതിനു വേണ്ടി എന്താ പറയുക നിയോഗിക്കപ്പെട്ടവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ദോഷം വരാറില്ല എന്നതാണ് ഇതിൻ്റെ സത്യം. അതുകൊണ്ട് വശ്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരുപാട് വശ്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തകിടെഴുതി കെട്ടുന്ന വശ്യമുണ്ട്. അതായത് യന്ത്രങ്ങൾ ധരിക്കുക, എഴുതി നമ്മുടെ ശരീരം, അതായത് യന്ത്രം എഴുതി വിധിയാമണ്ണം പൂജിച്ച് നമ്മൾ ധരിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ചില മൂർത്തികളെ ഞാൻ പറയില്ല, ചില മൂർത്തി ഇപ്പോൾ ഈ കളരിമൂർത്തി അങ്ങനത്തെ ദേവന്മാരെയൊക്കെ വശത്താക്കി ശരീരത്തിൽ കീറി വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. അത് ഈ കളരിമൂർത്തി അതുപോലത്തെ ഇതാണ്. ഇപ്പോൾ അതാരും ചെയ്യാറില്ല. പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു. ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതെന്നും. ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചവർക്ക്, നല്ലൊരു ഉത്തമനായ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം ചെയ്യുന്ന രീതി. പക്ഷേ ഇപ്പോൾ ആരും ചെയ്യാറില്ല. അങ്ങനെ വശപ്പെടുത്തുന്നുണ്ട്, ദേവതയെ വശപ്പെടുത്തി വെക്കുന്നതുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ മൃഗവശ്യം, ചില മൃഗങ്ങളെ വശപ്പെടുത്താനുണ്ട്. അതുപോലെ ഭൂമി വശ്യം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ കച്ചവട വശ്യം നമ്മൾ ചില കടകളിൽ കണ്ടിട്ടില്ല. ചില കടകളിൽ ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ 2, 3, 4 കടകളിൽ, ചില കടകളിൽ ഭയങ്കരമായിട്ടുള്ള കച്ചവടം നടക്കും. അത് കച്ചവട വശ്യം എന്ന് പറയുന്ന സമ്പ്രദായമാണ്. അങ്ങനെയും ചെയ്യുന്നത് അതും ആ രീതിയിലും നമുക്ക് വശ്യം ചെയ്യാം. പിന്നെ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വശ്യം ചെയ്യാം. അത് ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മറികടക്കുകയോ അവരുടെ തലമുടിയോ നഖമോ ചവിട്ടടി മണ്ണ അങ്ങനത്തെ കുറേ രീതികളുണ്ട്. അത് ഓരോന്നിനും ഓരോ രീതിയാണ്. അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ വശ്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. വശ്യം പെട്ടെന്ന് ആരും ചെയ്യാറുമില്ല. നന്മയ്ക്ക് വേണ്ടി ചെയ്യാം. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അവരെ വശ്യം ചെയ്ത് ശരിയാക്കാം. പിന്നെ പോലെ അതായത് ചില ജന്തുക്കളെ ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി വശ്യം ചെയ്യാം. നമ്മളിപ്പോൾ ചിലതിൽ പറഞ്ഞു ഓന്തിനെ പിടിച്ച് പട്ടിണിക്ക് ഇട്ടിട്ട് ഓന്തിൻ്റെ വയറ് കീറി അങ്ങനെ സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ അരണ, അതുപോലെ തന്നെ പല മൃഗങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് വശ്യം ചെയ്യുന്ന രീതികളുണ്ട്. ജന്തുക്കളെ വെച്ച് വശ്യം ചെയ്യുന്നുണ്ട്. മഷി ഉണ്ടാക്കാറുണ്ട്. ആയുർവേദ കടകളിൽ അന്ന് മരുന്നുകൾ വാങ്ങിയിട്ട് അത് ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്ത് അതിൽ ചില ദേവതകളുടെ മന്ത്രം ജപിച്ച് അത് ചില രീതിയിൽ ചില ആൾക്കാരുടെ ഉള്ളിൽ കൊടുക്കാറുണ്ട്. അത് പുരുഷവശ്യത്തിനാണ് അത് കൂടുതലും ഉപയോഗിക്കാറുണ്ട്. സ്ത്രീവശ്യത്തിനും ഉണ്ട്. പുരുഷന്മാർ ചിലപ്പോൾ ഭാര്യമാർ പറഞ്ഞാൽ ഭർത്താക്കന്മാർ കേൾക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഭർത്താക്കന്മാർക്ക് വശ്യം ചെയ്യാറുണ്ട്. അത് ഇതുപോലത്തെ മരുന്ന് ചിലപ്പോൾ അത് കുറച്ച് മോശമായതാണ്. ചിലവരുടെ ഈ തീണ്ട ഇതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്, ചിലത് മധുരത്തിൽ കൊടുക്കാറുണ്ട്. അത് ഓരോന്നാണ്. ചില മന്ത്രങ്ങൾ മധുരത്തിൽ മാത്രമേ കൊടുക്കാവുന്നുണ്ട്. ചില മന്ത്രങ്ങൾ വന്നിട്ട് മധുരവും ഉപ്പും പാടില്ല എന്നുണ്ട്. ചിലതിൽ പഴത്തിൽ മാത്രം കൊടുക്കാവുന്നുള്ളതുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. ഓരോ മന്ത്രത്തിനും ഓരോ രീതിയാണ്. 100 ആയിരക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് ഉദ്ദേശമനുസരിച്ച് പല രീതിയിൽ എങ്ങനെയാണോ ആൾക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതനുസരിച്ചാണ് ആ മന്ത്രങ്ങൾക്ക് മാറ്റവും അതിൻ്റെ പ്രയോഗങ്ങൾക്ക് മാറ്റം വരുന്നത്. ചിലത് ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് അവരെ വശ്യപ്പെടുത്തുന്ന സമ്പ്രദായമുണ്ട്.
അതും ചിലപ്പോൾ ചില ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ ആ വീട്ടിൽ പോകുന്ന ചിലവർ നമ്മൾ ആ വീട്ടിൽ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ അങ്ങനെ പ്രയോഗങ്ങൾ ചെയ്ത് വയ്ക്കാറുണ്ട്. കുളിക്കുന്ന എണ്ണയിൽ പ്രയോഗം ചെയ്ത് അത് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വശം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഒരുപാട് സംഭവങ്ങൾ വശത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇതനുസരിച്ചാണ്, ഇന്ന് ഉദ്ദേശം അനുസരിച്ചാണ്. ആരെ ഉപദ്രവിക്കാനൊന്നുമല്ല. ഉപദ്രവിക്കാനാണെങ്കിൽ ആ രീതിയിലുള്ള വക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അതാരും ചെയ്യാറില്ല. ഞാനും അത് പറയുന്നത് ചെയ്യരുത് എന്നാണ് നമ്മുടെയും ഒരു അഭ്യർത്ഥന. കാരണം ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ ഈ വശം ചെയ്തിട്ട് ചിലവരുടെ പുറകെ നടക്കാം. ചില പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ അവരെ പയ്യൻ്റെ വശത്താക്കാൻ വേണ്ടിയിട്ട് വശം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില പയ്യന്മാരെ വശത്താക്കി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരങ്ങനെ ചെയ്യാറുണ്ട്. ചില ആണുങ്ങളെ തന്നെ വേറെ ദുരുദ്ദേശത്തോടുകൂടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വശം ചെയ്ത് അവരെ വശത്താക്കി ഇതൊക്കെ. ചില മദ്യത്തിൽ കൊടുക്കാനുള്ള വശമുണ്ട്. ചിലത് എന്താ പറയുക, അങ്ങനെ ഒരുപാട് വശങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഉദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത്, ഓരോ ദേവനെ കൊണ്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വശ്യം നിസ്സാരമല്ല. വശ്യം ചെയ്യാനും വലിയ ഈസി അല്ല. വശ്യം അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കെതിരെയും ചെയ്യാനും പറ്റില്ല. അതിൻ്റേതായ സമയമുണ്ട്. നല്ല സമയമുള്ള ഒരാൾ, അല്ലെങ്കിൽ സമയദോഷമൊന്നും ഇല്ലാതെ നല്ല ഉത്തമമായ ഒരു സമയത്ത് നല്ല സമയത്തോടെ കടന്നു പോകുന്ന ഒരാളെ പെട്ടെന്നൊന്നും വശ്യം ചെയ്യാൻ പറ്റില്ല. അത് പോയിട്ട് ബാധാബലം ഉള്ളവർ, കുടുംബദേവത നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ പെട്ടെന്നൊന്നും അത് കേൾക്കാൻ വലിയ പാടാണ്. അത് ആ മൂർത്തികൾ തടസ്സപ്പെടുത്തും. ഇതൊന്നും ഇല്ലാത്തവരൊക്കെയാണ് പെട്ടെന്ന് ഇതാവുന്നത്. സമയം മോശമാണെങ്കിൽ പെട്ടെന്ന് അത് കേൾക്കും. ഈ പറയുന്നത് രാഹുർദശ അതുപോലത്തെ ചില ദശാകാലങ്ങളിലൊക്കെ ഈ വശ്യം കേൾക്കാൻ പെട്ടെന്ന് സാധിക്കും. സമയം നല്ലതാണെങ്കിൽ കേൾക്കില്ല. പക്ഷെ ചിലപ്പോൾ ചെയ്തു വച്ചിരുന്ന ചിലപ്പോൾ സമയദോഷ കാലഘട്ടം വരുമ്പോൾ ഇത് കേൾക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ വശ്യം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കർമ്മമല്ല. പക്ഷേ ആ കർമ്മം കൊണ്ട് പലതും സാധിക്കാൻ പറ്റും. പക്ഷേ കർമ്മികൾ അത് പെട്ടെന്നൊന്നും ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ആരും ചെയ്യില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എല്ലാവരും വശ്യം ഉപയോഗിക്കാറുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും വശ്യം എന്ന് പറയുന്ന കർമ്മം വളരെ നിസ്സാരമല്ല. അത് പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.